ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ കപ്പ വഴറ്റിയതും ഒരു അടിപൊളി മുളക് ചമ്മന്തിയാണ്. മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ 1 കിലോ അളവിൽ കപ്പ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. സ്റ്റൗവിലേക്ക് വെച്ചു. ഇനി അതിലേക്ക് നികരെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ആവശ്യത്തിന് അല്പം ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതൊരു 10-12 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. കപ്പയെല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് വേവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. ഇതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 1/4 മുറി നാളികേരം ചെരുവേ ചേർത്ത് കൊടുത്തു. 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 വെള്ളുള്ളി അല്ലിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളുള്ളി അല്ലി 6 ചേർക്കണം. എന്നിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതേപോലെ എടുത്ത് നമ്മൾക്ക് ഇത്രയും മതി. ഇപ്പോൾ നമ്മുടെ കപ്പയെല്ലാം ശരിക്കും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ വെള്ളം ഊറ്റിക്കളയാണ്. സ്ട്രെയിനറിലേക്ക് ഊറ്റുന്നില്ല, ചരിച്ച് അതിൻ്റെ വെള്ളം ഊറ്റിക്കളയുക. ഒരല്പം വെള്ളം അതിൽ മാറ്റി അടിഭാഗത്ത് ഒരല്പം മാത്രം വെക്കുക. ഇനി ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചു. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/4 സ്പൂൺ കടുക് ഇടുക. കടുകൊന്ന് പൊട്ടി വരട്ടെ. അതിലേക്ക് ഒരു 2 വറ്റൽമുളക് പൊട്ടിച്ചതും ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾക്ക് അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതേപോലെ അരപ്പെല്ലാം ചേർത്ത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ വെളിച്ചെണ്ണയിലെ അരപ്പൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പാവട്ടെ. ആ വെള്ളുള്ളിയുടെ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റ് ആവണം. ഇനി അരപ്പിലേക്ക് ആവശ്യത്തിന് അല്പം ഉപ്പും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു. ഇനി അതിലേക്ക് അല്പം ആ മിക്സിയുടെ ജാറ് കഴുകിയ ഒരു സ്പൂൺ വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ ഇതേപോലെ ഒന്ന് തിളച്ച് വെന്ത് വരുന്ന സമയത്ത് നമ്മൾക്ക് ആ കപ്പ അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കപ്പ ചേർത്തിട്ട് നമ്മളൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ കപ്പ വഴറ്റിയത് ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല കഠിനാധ്വാനം ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. ഈ മഴക്കാലത്ത് നമ്മൾക്ക് നല്ല വിശപ്പൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പഴയ കാലത്തെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നല്ലതുപോലെ ഞാനത് മിക്സ് ചെയ്ത് ആ തേങ്ങ അരപ്പൊക്കെ അതിലേക്ക് നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് നമ്മൾ തവി വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പം ഞാനതിൻ്റെ ഫ്ലെയിം ഓഫാക്കി അടച്ചു വെച്ചു. ഇനി നമ്മൾ അതിലേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കുകയാണ്. ചമ്മന്തി ഇല്ലെങ്കിലും ഇത് കഴിക്കാം, എന്നാലും ഒരു ചമ്മന്തി കൂടി ഇരുന്നോട്ടെ. ഒരു ചീൻചട്ടിയിൽ 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ലോ ഫ്ലെയിമിൽ തീയിട്ടതിന് ശേഷം 5 വറ്റൽമുളക് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് ഒരു 8 ചുവന്നുള്ളി അതുകൂടി മൂപ്പിക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതേമാതിരി ആയാൽ മതി. ഇനി ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ആ എണ്ണ അടക്കം ഞാൻ ആ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അല്പം ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ അളവിൽ വാളംപുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചാണ്, അതും കൂടി ചേർക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. എന്നിട്ട് 1 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത് അടിപൊളി ചമ്മന്തിയാണ്. നല്ലൊരു രുചിയാണ്. ഞാനിനി അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തു. ഇനി അതിൻ്റെ മേലെ ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അടിപൊളിയായില്ലേ? എല്ലാവർക്കും അറിയാൻ പറ്റും. എന്നാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനത് ആ കപ്പ ഒരു പ്ലേറ്റിലേക്ക് പകർത്തി കഴിക്കാം. അപ്പോൾ ഈ മഴക്കാലത്ത് എന്തായാലും കപ്പ വാങ്ങിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവരും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ സൂപ്പറായില്ലേ? വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.